പശ്ചിമേഷ്യൻ സംഘർഷം അതീവ ഗുരുതര സാഹചര്യത്തിലൂടെ കടന്നുപോകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീലങ്കയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ അമേരിക്കൻ ടോർപിഡോ ആക്രമണത്തിന് ഇറാൻ നാവികസേന ശക്തമായ തിരിച്ചടി നൽകുമെന്ന് നാവികസേനാ മേധാവി ഷാഹ്റാം ഇറാനി മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ശത്രു രാജ്യത്തോട് പകരം ചോദിക്കുമെന്നും ഈ കുറ്റകൃത്യം രാജ്യം ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രുക്കൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും മാരകമായ പ്രഹരങ്ങളിലൂടെ അവരെ ശിക്ഷിക്കുമെന്നും രക്തസാക്ഷികളുടെ രക്തത്തിന് സമാനമായ രീതിയിൽ തന്നെ പകരം ചോദിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇറാന്റെ പുതിയ പ്രസ്താവന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷയെക്കുറിച്ചും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയ്ക്കായി രൂപീകരിക്കുന്ന നാവിക സഖ്യത്തിൽ ചേരാൻ വിസമ്മതിച്ച സഖ്യകക്ഷികളെ രൂക്ഷമായി വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള അമേരിക്കയ്ക്ക് ഈ എണ്ണപ്പാത സംരക്ഷിക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നാറ്റോ അംഗരാജ്യങ്ങൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്നും സഖ്യകക്ഷികൾ അമേരിക്കയെ എത്രത്തോളം പിന്തുണയ്ക്കുമെന്ന് പരീക്ഷിക്കാനാണ് താൻ സഹായം തേടിയതെന്നും ട്രംപ് വെളിപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനത്തെ ജർമ്മനി, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ നിരസിച്ചിരുന്നു. സൈനിക നീക്കത്തേക്കാൾ നയതന്ത്ര ചർച്ചകൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നാണ് ഈ രാജ്യങ്ങളുടെ നിലപാട്. തുടക്കത്തിൽ വിമുഖത കാണിക്കുകയും പിന്നീട് യുദ്ധം അവസാനിപ്പിക്കാറായപ്പോൾ മാത്രം സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ബ്രിട്ടന്റെ നിലപാടിനെയും ട്രംപ് ശക്തമായി വിമർശിച്ചു. സഖ്യകക്ഷികളുടെ ഈ നിഷേധാത്മക നിലപാട് നാറ്റോയുടെ ഭാവിക്ക് ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫെബ്രുവരി 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച സൈനിക നടപടിയെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇതിന് പ്രതികാരമായി ഇസ്രായേലിന് നേരെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. നിലവിൽ ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. മേഖലയിലൂടെ കടക്കാൻ ശ്രമിച്ച 15-ലധികം കപ്പലുകൾക്ക് നേരെ ഇതിനോടകം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ബാരലിന് $200 വരെ ഉയർന്നേക്കാമെന്നും ഇറാന്റെ പുതിയ നേതാവ് മുസ്തഫ ഖമേനി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി അമേരിക്ക വലിയ തുക ചിലവഴിക്കുമ്പോഴും സഖ്യകക്ഷികൾ കൈമലർത്തുന്നതിനാൽ താൻ സന്തുഷ്ടനല്ലെന്നും ട്രംപ് ആവർത്തിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്ക ഏകപക്ഷീയമായ നീക്കങ്ങളിലേക്ക് കടക്കുമെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. മാത്രമല്ല, ഇറാനുമായുള്ള യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ ഈ ആഴ്ചയ്ക്കുള്ളിൽ സംഘർഷം അവസാനിക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മൂന്നാം ആഴ്ചയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിക്കുന്നതിന് ശുഭാപ്തി വിശ്വാസമുള്ളതും എന്നാൽ അവ്യക്തവുമായ ഒരു സമയപരിധി ട്രംപ് വാഗ്ദാനം ചെയ്തു. ഈ ആഴ്ച ശത്രുത അവസാനിക്കുമോ എന്ന ചോദ്യത്തിന് അതേ തീർച്ചയായുമെന്ന് ആദ്യം പറഞ്ഞ പ്രസിഡന്റ് ഉടനടി ഒരു തീരുമാനം പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നിമിഷങ്ങൾക്ക് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.